ഓം ശ്രീമാത്രേ നമഃ. ഓം മഹാഭദ്രകാളിയേ നമഃ. സർവമംഗളകാരണിയായ സാക്ഷാൽ ശ്രീ ഭദ്രകാളി സകല മനസ്സുകൾക്കും നാഥയും രക്ഷകയുമായി കുടികൊള്ളുന്ന കുന്നമംഗലം ചുലാംവയൽ അക്കരപ്പറമ്പത്ത് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ ആചാരാനുഷ്ഠാന വിധിപ്രകാരം വന്നുചേരുകയാണ് അതീവ ഫലദായകമായ നവചണ്ഡിക ഹോമം. അതെ, ആദരണീയനായ ക്ഷേത്രം തന്ത്രിമുഖ്യൻ ബ്രഹ്മശ്രീ പാലക്കൊൾ ഇല്ലം കേശവൻ നമ്പൂതിരിയുടെയും ക്ഷേത്രമേൽശാന്തി ഡോക്ടർ രൂപേഷ് താമരക്കുളത്തിന്റെയും സാന്നിധ്യത്തിൽ ആചാര്യസ്രഷ്ട ആദരണീയ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം മുഖ്യ പുരോഹിതൻ ഡോക്ടർ മൂർത്തി കാളിദാസ ഭട്ടന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ 2026 മെയ് മാസം 2-3 ശനി ഞായർ ദിവസങ്ങളിലായി വിധിപ്രകാരം ഒരുങ്ങുകയാണ് ഹോമങ്ങളിൽ വച്ച് ശ്രേഷ്ഠവും ദേവീ ചൈതന്യ മുഖരിതവുമായ നവചണ്ഡിക ഹോമം. സഹസ്രചന്ദ്ര നിത്യകാതികാന്ത ചന്ദ്രികാചയൈ ദിശോ വിപുരയദ വിദൂരയദ ദുരാഗ്രഹം കലേകൃതാമലാവലാകലേവരം വരം ഭജാമഹേ മഹേശമാനസാശ്രയൻ വഹോ മഹോ മഹോദയം വിശാലശൈലകന്ദരാന്തരാലവാസശാലിനീം ത്രിലോകപാലിനീം കപാലിനീ മനോരമാമിമാം. മഹാകാളിയുടെ തമോ ഗുണവും മഹാലക്ഷ്മിയുടെ രജോ ഗുണവും മഹാസരസ്വതിയുടെ സ്വാത്വിക ഗുണവും ഏകമായി കുടിയിരിക്കുന്ന മഹാചണ്ഡികാദേവിയെ വിധിപ്രകാരം 700 ശ്ലോകങ്ങൾ ചൊല്ലി ഹോമകുണ്ഠത്തിലേക്ക് ആവാഹിച്ച് അഗ്നിയെ ദേവിയുടെ മുഖമായി സങ്കൽപ്പിച്ച് വിധിപ്രകാരമുള്ള ദ്രവ്യങ്ങളും സമിത്തുക്കളും സമർപ്പിച്ച് സംപ്രീതയാക്കുന്ന ശ്രേഷ്ഠകർമ്മം നവചണ്ഡിക ഹോമം. ഉദ്ദിഷ്ടകാര്യങ്ങൾ കാലതാമസമില്ലാതെ കരഗതമാകുവാനും ശത്രുദോഷങ്ങൾ ദൂരേക്കകന്ന് സദ്ഗതിയുണ്ടാകുവാനും ചണ്ഡികയാ മഹാദേവി പ്രസാദിച്ചാൽ മതിയെന്നാണ് വിശ്വാസം. ഇത് കൊല്ലൂർ ശ്രീ മൂകാംബിക ക്ഷേത്രത്തിൽ ആചാരവിധി പ്രകാരം നടത്തുന്ന ഏറ്റവും വലിയ വഴിപാട് നവചണ്ഡിക ഹോമം. അതീവ തീഷ്ണവും ശക്തവും ദേവീ പൂജകളിലെ രാജ്ഞിയുമായി പുരോഹിതന്മാരാൽ വിശേഷിക്കപ്പെടുന്ന ചണ്ഡികാദേവിയെ പ്രസാദിപ്പിച്ച് നവചണ്ഡിക ഹോമം അക്കരപ്പറമ്പത്ത് ശ്രീ ഭദ്രകാളി ദേവിയുടെ തിരുസന്നിധിയിൽ ഒരുങ്ങുമ്പോൾ ഈ ഹോമപുണ്യത്തിൽ പങ്കുചേരുവാൻ എല്ലാ സജ്ജനങ്ങൾക്കും സ്വാഗതം. ശ്രീ രാജരാജേശ്വരിയായ ശ്രീ മഹാദേവിയെ ജപം ചെയ്ത് പ്രാർത്ഥിക്കുവാൻ സാക്ഷാൽ ശ്രീ ഭദ്രകാളി ചൈതന്യം മന്ത്രമുഖരിതമാകുന്ന അക്കരപ്പറമ്പത്ത് ശ്രീ ഭദ്രകാളി ക്ഷേത്ര സന്നിധിയിലേക്ക് വന്നു ചേരുവാൻ നവചണ്ഡിക ഹോമത്തിന്റെ ഭാഗമാകുവാൻ ഓരോ ഭക്തമാനസങ്ങൾക്കും കുന്നമംഗലം ചുലാംവയലിന്റെ പുണ്യഭൂമിയിലേക്ക് ദേവീ നാമത്തിൽ സ്വാഗതം, സുസ്വാഗതം.